പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു മീനിൻ്റെ തലയോട് കറി വെക്കാം. മീൻ തലയും കൊണ്ട് കറി, മീൻ തല ചെമ്പല്ലിയോ എന്താണ് പേര്. അപ്പോൾ നമുക്ക് അതെങ്ങനെ വെക്കണത് എന്താക്കിയെന്ന് നമുക്ക് കാണാം. അടുപ്പിലാണ് വയ്ക്കുന്നത്, ചട്ടിയിലാണ് വയ്ക്കുന്നത്. എങ്ങനെ വെക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യണത് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. സിമ്പിളാണ്, ഭയങ്കര ഗംഭീരമൊന്നുമില്ല. നമ്മൾ വെക്കണ എന്തായാലും എങ്ങനെയൊക്കെ നോക്കാം. ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. മീൻ തല എണ്ണ ഒഴിക്കാം. ഇത് കാണിച്ചു തരാം ഓരോന്ന്. ആദ്യം എണ്ണ ഒഴിക്കും. ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഓയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉലുവ ഇടുന്നുണ്ട്. ഉലുവ, പച്ചമുളക്, 2 വലിയ തക്കാളിയാണ്. തക്കാളി വലുതാണ്. ക്വാണ്ടിറ്റി ഒരു 1/2 കിലോൻ്റെ ഉള്ളിലുള്ളൂ. 400 ഗ്രാമൊക്കെ ഉണ്ടാവും തല. ചെമ്പല്ലി ഇതാണ് തോന്നുന്നു പറയുന്നത്. മീൻ തല 1/2 കിലോൻ്റെ ഉള്ളിലേ ഉള്ളൂ. അരയുടെ മേലെ ഇല്ല. ഇതാണ് കറി വയ്ക്കണത്. 1.5 സ്പൂണ് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി. 1.5 സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. എണ്ണയായി. വളരാം. ഉരുവട്ടു. പിന്നെ ഉള്ളി, കുഞ്ഞനുള്ളി ഇടുന്നത്. അങ്ങനത്തെ ഉള്ളി ഇടുന്നത്, കുഞ്ഞനുള്ളി ഇടുന്നത്. 100 ഗ്രാമുണ്ട്. ചെറിയ ഉള്ളി, വലുതല്ല, സവോളയല്ല, ചെറിയ ഉള്ളിയാണ്. നല്ല ചതച്ചതാണ്. ഉരുവട്ടുന്നു. പൊക്കട്ടെ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. സിമ്പിൾ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി. അങ്ങനെ ഇടുന്നത്. വാളംപുളിയാണ്. ഇതാ ഒരു ഉണ്ടച്ചാൽ ഒരു നെല്ലിക്ക, വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു ഉണ്ടപ്പുളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കുക ചെയ്യാം. അത് കുതിരാൻ വെച്ചിട്ടാണ്, പിഴിഞ്ഞിട്ടില്ല. വാളംപുളി. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇടാം. നമ്മുടെ കുഞ്ഞനുള്ളി ഇടാം. കുഞ്ഞനുള്ളിയാണ് ഒന്നുകൂടി പറയുന്നത്. കുഞ്ഞനുള്ളി ഇടുന്നത് 100 ഗ്രാമുണ്ട്. പച്ചമുളക് ഇടുന്നുണ്ട്. 4 പച്ചമുളകുണ്ട്. പച്ചമുളക് ഇളക്കാം. നല്ലോണം വഴണ്ടി വരണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി ഇടാം. രണ്ട് വലിയ തക്കാളിയാണ്. എഴുതുന്നത്. ചൂടുവെള്ളം ഒഴിക്കാം. വഴണ്ട് വെക്കണം. വഴണ്ട് വറ്റി വരണം. ഉള്ളിയൊക്കെ നല്ലൊന്ന് കളറ് മാറി വന്നാൽ പൊടികളിട്ടു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി ഇട്ടു. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വെക്കണം. വഴണ്ട് എണ്ണ കരിഞ്ഞ് വെക്കണം. പിന്നെ ഉപ്പിട്ടില്ല, ഉപ്പിടണം.
ഇടുന്നത്, കല്ലുപ്പ് പറഞ്ഞത്. മസാലയുടെ ഒക്കെ ഒരു കുത്തുമണവും ഒരു വേവൊക്കെ ഉണ്ട് മസാലയ്ക്ക്, ആക്കുന്നുണ്ടാവട്ടെ. പിന്നെ പുളി ഒഴിച്ചിട്ട് പുളി ഒരു 10-15 മിനിറ്റ് തിളച്ച് വേവണം. അപ്പോഴാണ് മീൻ കറി ആവുള്ളൂ. 15 മിനിറ്റ് തിളച്ച് വേവണം. മണക്ക മീൻ തലയുടെ വറവായി കൊണ്ടിരിക്കുകയാണ്. പുളി ഒഴിക്കാം. പുളി ഒഴിച്ച് 15 മിനിറ്റെങ്കിലും തിളയ്ക്കണം. ഓരോ സ്റ്റെപ്പാണ്, സ്റ്റെപ്പായിട്ടാണ് കറിയൊക്കെ. സിമ്പിളായിട്ട് വയ്ക്കാം. സിമ്പിൾ കറി ഉണ്ട്, കുറച്ച് സിമ്പിളും കുറച്ച് കൂടുതൽ, അങ്ങനെ രണ്ടും കൂടി മിക്സിങ്ങാണ് നമ്മുടെ പുളി ഒഴിക്കുന്നത്. കറുത്ത പുളിഞ്ഞയാണ്, കഴിഞ്ഞ കൊല്ലത്തെ പുളിഞ്ഞ. അതുകൂടെ കളർ കമ്മിയാവും. ഇങ്ങനെ വേണ്ടത് കൂട്ടാൻ കുറയ്ക്കാം. തിളക്കട്ടെ. നല്ല തിളച്ച് വെന്തിങ്ങനെ ആയി വരണം. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നു. 10-15 മിനിറ്റ് തുമ്മിലിട്ട് തിളച്ച് നല്ല ഗ്ലാമറായി അടിപൊളിയായിട്ട് വന്നു. തലണം. നല്ലോണം 5 മിനിറ്റ് ആകട്ടെ. റെഡി. എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിയണ്ട. അരമുറി തേങ്ങ, ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ച് പിഴിഞ്ഞെടുത്താണ് ഒഴിക്കണം. ഒക്കെപ്പാടെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചു. നല്ലോണം തിളയ്ക്കട്ടെ. അഞ്ച് മിനിറ്റ് തിളച്ച് വേവട്ടെ. നമ്മുടെ കൂട്ട റെഡിയായി. അങ്ങനെ നമ്മുടെ സൂപ്പർ മീൻ തലയുടെ കറി റെഡിയായി. മീൻ തലക്കറി പറയാം, മീൻ പുളി പറയാം, കുറേ പേരാ. ഓക്കെ, വെന്തു. നല്ല മണം വരുന്നുണ്ട്. നല്ല മണക്ക മീൻ കറി റെഡി. നമുക്ക് വീണ്ടും ഈ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.
മീൻ കറി റെഡിയായി. സൂപ്പർ ടേസ്റ്റിൽ മണക്ക എല്ലാവരുടെയും കഴിച്ചു നോക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.